നമസ്കാരം. ഒരുപാട് മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു CPIM. കേരളീയ സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ, പുരോഗമന ചിന്താഗതിക്ക്, സമഗ്ര വിദ്യാഭ്യാസ സാംസ്കാരിക വളർച്ചയ്ക്ക് CPIMൻ്റെ റോൾ ചില്ലറയല്ല. EMS നമ്പൂതിരിപ്പാടിൽ തുടങ്ങി ഇങ്ങ് പിണറായി വിജയൻ വരെ എത്തി നിൽക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളീയ സമൂഹത്തെ ഇന്ന് കൊഞ്ഞനം കുത്തിക്കാണിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയൻ എന്ന നേതാവിന് മാത്രമാണ്. എന്നാൽ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രത്തിൽ പിണറായിയുടെ റോള് അത്ര മോശമല്ല താനും. കാരണം കമ്മ്യൂണിസം എന്ന ആശയം കാലഹരണപ്പെട്ടു പോയപ്പോൾ പ്രായോഗികമായി അത് നിലനിൽക്കുകയില്ല എന്ന് ലോകരാജ്യങ്ങൾ തെളിയിച്ചപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് ബംഗാളും ത്രിപുരയുമൊക്കെ ആ ആശയത്തെ ഉപേക്ഷിച്ചപ്പോൾ കേരളത്തിൽ ഇത് പിടിച്ചു നിന്നത് കമ്മ്യൂണിസത്തിൽ മായം കലർത്തി അധികാര രാഷ്ട്രീയത്തിലേക്ക് പരിവർത്തനം നടത്തിയ പിണറായിയുടെ മിടുക്കാണ്. എന്താണോ നിലനിൽക്കാൻ വേണ്ടി ചൈനീസ് നേതാക്കൾ കമ്മ്യൂണിസത്തോട് ചെയ്തത്, അത് തന്നെയാണ് പിണറായി കേരള കമ്മ്യൂണിസത്തോടും ചെയ്തത്. എന്നാൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. ചൈനയിൽ സർവാധിപത്യമാണ്, ആരും ചോദ്യം ചെയ്യാനില്ല, ഒരു രാജ്യമാണ്. ഇന്ത്യയിൽ ജനാധിപത്യമാണ്, കേരളം ആ ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അങ്ങനെ പിണറായി കമ്മ്യൂണിസത്തെ സംരക്ഷിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ, സ്വജനപക്ഷപാതം, അഴിമതി, ധാർഷ്ട്യം ഒക്കെ ജനം തിരിച്ചറിഞ്ഞു. എന്നാൽ മനസ്സിലാവാത്തൊരു സംഗതി, പിണറായിക്കാവുന്നതൊക്കെ എന്തുകൊണ്ട് മറ്റ് നേതാക്കൾക്കാവുന്നില്ല എന്നതാണ്. ഓർക്കുക, ലോകത്തെവിടെ എന്തു പുരസ്കാരം കിട്ടിയാലും അത് ഇരുമ്പ് കസേരയിൽ പാൻഡിട്ടുകൊണ്ട് ഇളിഭ്യനായി ഇരുന്നു കൊണ്ടാണെങ്കിലും പോയി സ്വീകരിക്കുന്ന, അതിൻ്റെ പേരിൽ വാർത്ത സൃഷ്ടിക്കുന്ന പിണറായി, അത്തരം പുരസ്കാരങ്ങൾക്ക് വേണ്ടി കാശ് മുടക്കുന്ന പിണറായി, തൻ്റെ മഹത്വം ലോകത്തോട് വാഴ്ത്തിപ്പാടാൻ നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് ഇംഗ്ലീഷ് പുസ്തക രചന ഏൽപ്പിച്ചിരിക്കുന്ന പിണറായി, ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ കോവിഡിൻ്റെ പേരിൽ ലോകത്തെ നമ്പർ 1 നേതാവ് എന്ന് അവകാശപ്പെട്ട് പിണറായിക്ക് വേണ്ടി പുരസ്കാരം വാങ്ങിയ ഈ നാട്ടിൽ രാജ്യത്തിൻ്റെ പരമോന്നത പുരസ്കാരം വേണ്ട എന്ന് എങ്ങനെയാണ് ഈ പാർട്ടി തീരുമാനിച്ചത്? രാജ്യത്ത് പ്രവർത്തിക്കുന്ന പൗരന്മാർക്ക് ലഭിക്കുന്ന ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് ഭാരതരത്ന കഴിഞ്ഞാൽ പത്മവിഭൂഷൺ. അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് രാഷ്ട്രീയമായി എതിർവശത്ത് നിന്നിട്ടും VS അച്യുതാനന്ദൻ എന്ന ജനകീയ കമ്മ്യൂണിസ്റ്റിന് നൽകിയത്. VS അച്യുതാനന്ദൻ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് വേണ്ടി അദ്ദേഹം പാർട്ടിയിൽ യുദ്ധം നടത്തി. കമ്മ്യൂണിസത്തെ നശിക്കാതെ കാത്തുസൂക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു. ആ ആശയ ദൃഢതയുടെ അംഗീകാരമായാണ് രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ അത് വാങ്ങരുത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കുടുംബത്തിന് താക്കീത് കൊടുത്തു. പാർട്ടിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് വാങ്ങുന്നില്ല എന്ന് കുടുംബം അറിയിച്ചിരിക്കുന്നു. വളരെ തമാശ കലർന്ന സംഭവമാണിത്. വേണ്ട എങ്കിൽ പ്രഖ്യാപനത്തിന് മുൻപ് പറയേണ്ടതുണ്ട്. പ്രഖ്യാപനത്തിന് ശേഷം പറഞ്ഞാലും പുരസ്കാരം കൊടുക്കും. CPM ഇല്ല എന്ന് പറഞ്ഞാലും പത്മവിഭൂഷൺ കിട്ടിയവരുടെ പട്ടികയിൽ VS അച്യുതാനന്ദൻ ഉണ്ടാവും. ആ പുരസ്കാരം വീട്ടിലെത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അത് മകൻ വാങ്ങിവെച്ചേക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തൽക്കാലം പാർട്ടിയുടെ നിബന്ധനയ്ക്ക് വഴങ്ങി നോ പറഞ്ഞെങ്കിലും വിചിത്രമായ സംഗതി, എന്തിനാണ് പാർട്ടി ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അവർ പറയും, മുൻ നേതാക്കൾ അങ്ങനെയായിരുന്നു. ഈ പത്മവിഭൂഷൺ ആദ്യം തിരസ്കരിച്ച നേതാവ് EMS നമ്പൂതിരിപ്പാണ്. ലോകത്ത് ജനാധിപത്യത്തിലൂടെ ആദ്യം അധികാരത്തിലേറിയ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന പദവി മാത്രമല്ല, ഭൂപരിഷ്കരണ നിയമമടക്കം വിദ്യാഭ്യാസ നയമടക്കം ഒരുപാട് പരിഷ്കാരങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്ന ഭരണാധികാരി എന്ന നിലയിൽ EMSന് അതിന് അർഹതയുണ്ടായിരുന്നു. EMS പക്ഷേ അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായിരുന്നതിനാൽ ബൂർഷ്വാ ഭരണകൂടത്തിൽ നിന്നും അങ്ങനെ ഒരു പുരസ്കാരം വാങ്ങുന്നത് ഉചിതമല്ലെന്ന് കരുതി. അതേ പാതയിലൂടെ തന്നെയാണ് ജ്യോതി ബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയും പോയത്. പക്ഷെ അവരൊക്കെ അത് തിരസ്കരിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഭാവിയിൽ ഇവിടെ സോഷ്യലിസ്റ്റ് ഭരണം വരുമെന്ന്. 3 സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്തു. രാജ്യം മുഴുവൻ സോഷ്യലിസ്റ്റ് ഭരണത്തിന് കീഴിലാക്കാൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന പോരാളികളാണ്. അതുകൊണ്ട് തന്നെ ഭാരതം ഭാവിയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലാകും എന്ന ഉറച്ച വിശ്വാസം ആ നേതാക്കൾക്കുണ്ടായിരുന്നത് കൊണ്ട് ബൂർഷ്വാ ഭരണകൂടത്തിൻ്റെ ആദരവ് വേണ്ടെന്ന് വെച്ചു. ഇന്ന് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നു. ആ കേരളത്തിൽ തന്നെ ഒതുങ്ങുന്നത് സോഷ്യലിസം വരാൻ വേണ്ടിയല്ല, മുതലാളിത്തം അതിൻ്റെ ഏറ്റവും ശക്തമായ രൂപത്തിൽ നടപ്പിലാക്കാനാണ്. പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആർക്കുമോ ഒരു വിശ്വാസവുമില്ല ഇവിടെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഭരണം വരുമെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ബൂർഷ്വകളുടെ പ്രസ്ഥാനമായി മാറി. വർഗീയതയാണ് അവരുടെ മാനദണ്ഡം, മതപ്രീണനമാണ്, ജാതി ചിന്തയാണ് അവരുടെ അടിസ്ഥാനം. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടു നടന്ന് എഴുന്നള്ളിക്കുക, ആദരിക്കുക,
സുകുമാരൻ നായരെ എങ്ങനെയെങ്കിലും കൂടെ ചേർക്കുക, ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം. എന്നാൽ EMSൻ്റെയും ജ്യോതി ബസുവിൻ്റെയും കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ആയിരുന്നില്ല. അവർ അവരുടെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ അധിഷ്ഠിതമായി നിലപാടെടുത്തിരുന്നു. അവർ മതവർഗീയതയെ എതിർത്തിരുന്നു. അവരുടെ സ്വപ്നം മുഴുവൻ സോഷ്യലിസ്റ്റ് ഭാരതമായിരുന്നു. ആ കാലം മാറിയതുകൊണ്ടാണ് പിണറായി വിജയൻ ന്യൂയോർക്കിൽ പോയി ശൈലജ ടീച്ചറിനെ കൊണ്ട് പുരസ്കാരം വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഖജനാവിലെ പണം എടുത്തു കൊടുത്ത് ആര്യ രാജേന്ദ്രൻ എന്ന തിരുവനന്തപുരം മേയറെ ലണ്ടനിലെ വാടക കെട്ടിടത്തിൽ പോയി ഒരുപറ്റം കച്ചവടക്കാർ പണത്തിന് കൊടുത്ത പുരസ്കാരം വാങ്ങിക്കൊണ്ടുവന്നത്. നമുക്കെല്ലാം കൃത്യമായി അറിയാം. അത് ലണ്ടൻ പാർലമെൻറ്റിലായിരുന്നില്ല. ലണ്ടൻ പാർലമെൻറ്റിനോട് ചേർന്നുള്ള ഒരു ചെറിയ ഹാൾ, ആർക്കും വാടകയ്ക്കെടുക്കാം. നിങ്ങൾക്കോ എനിക്കോ അവിടെ ചെന്ന് പണമടച്ചാൽ അവിടെ ഏതെങ്കിലും ഒരു MP ശുപാർശ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഏത് പരിപാടിയും നടത്താം, നിയമപരമായി ഏത് പരിപാടിയും നടത്താം. ഈ കമ്പനി പുരസ്കാരം കൊടുത്തു, വേൾഡ് റെക്കോർഡ് പുരസ്കാരം കൊടുത്തു എന്ന് പറയുന്ന ഈ കമ്പനി 10 പൗണ്ട് മാത്രം വാല്യുള്ള ഒരു കടലാസ് കമ്പനിയാണ്. അതിൻ്റെ നടത്തിപ്പുകാരൻ ഇന്ത്യക്കാരാണ്, BJP പ്രവർത്തക സംഘപരിവാർ നേതാക്കളാണ്. അവരവിടെ പോയി തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കിയിട്ട് ഒരു അവാർഡ് കൊടുത്തു. നിരവധി പേർക്ക് അങ്ങ് അവാർഡ് കൊടുത്തു. ആ അവാർഡാണ് ഖജനാവിലെ പണമെടുത്ത് കൊടുത്ത് ആര്യ രാജേന്ദ്രൻ പോയി വാങ്ങിയത്. ലണ്ടൻ പാർലമെൻറ്റ് എന്ന് പറഞ്ഞ കടലാസ് കമ്പനി കൊടുക്കുന്ന പുരസ്കാരം വാങ്ങാം. അതിന് പാർട്ടി അനുമതി കൊടുക്കും, സോഷ്യൽ മീഡിയയിലൂടെ ആദരവ് കൊടുക്കും, രാജ്യത്തിൻ്റെ അഭിമാനമെന്ന് വിശേഷിപ്പിക്കും. പക്ഷേ ഭാരതത്തിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരം അത് അശ്ലീലമാണെന്ന് പറയും. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകത. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ നന്നാവാത്തത്. ഇത് ഈ പാർട്ടി നാറി നശിച്ചില്ലാതാകും എന്ന് പറയാൻ കാരണം അതാണ്. അവർക്ക് രാജ്യത്തിൻ്റെ പരമോന്നത പുരസ്കാരത്തോട് പുച്ഛം. എന്തായാലും ലണ്ടനിൽ ഏതാണ്ട് ഉഡായിപ്പുകാർ ഒരുമിച്ച് ചേർന്ന് പണം വാങ്ങിക്കൊടുക്കുന്ന പുരസ്കാരം പോയി വാങ്ങിയാൽ ആദരവ്. ഈ ഒരു വ്യത്യാസമുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാജ്യത്തോടുള്ള ഈ മതിപ്പില്ലായ്മ, രാജ്യാഭിമാനം എന്ന് പറയുന്നത് അശ്ലീലമാണ്, അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന ഇവരുടെ വരട്ട് തത്വശാസ്ത്രം, അതാണ് ഈ പ്രസ്ഥാനത്തെ കുഴിയിൽ ചാടിച്ചത്. അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ കൂടി ഇല്ലാതാകുന്ന കാലം വിദൂരമല്ല. പിണറായിയുടെ പ്രീണന രാഷ്ട്രീയത്തിന് ഒരു പരിധിയുണ്ട്. അത് അവസാനിച്ച് കഴിയുന്നതോടെ എല്ലാം അവസാനിക്കും. ഇത്തരം കുരുട്ടുബുദ്ധിയും കുത്തിത്തിരിപ്പുമുള്ളവർ, നുണ മാത്രം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നവർ, രാജ്യത്തിൻ്റെ പരമോന്നത പുരസ്കാരത്തെ തമസ്കരിച്ചുകൊണ്ട് കള്ളപ്പണ ഇടപാടുകാരുമായി ഇടപാട് നടത്തി എവിടെയെങ്കിലുമൊക്കെ ഇരുമ്പ് കസരിട്ട് കൊടുക്കുന്ന കള്ള അവാർഡുകൾ വാങ്ങുന്നവർ, അവർ ഈ നാടിന് ആപത്താണ്. കമ്മ്യൂണിസത്തിൻ്റെ അവശേഷിക്കുന്ന ചുവപ്പും ഇല്ലാതാകുന്ന കാലത്ത് മാത്രമേ നാട് നന്നാവൂ. ആ സുവർണകാലത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.